നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഏജന്റിനെ ഇറാൻ തൂക്കിലേറ്റിയെന്ന വാർത്ത വരികയാണ്. മൊസാദ് അടക്കമുള്ള വിദേശ ഇന്റലിജൻസ് ഏജൻസികളുമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആളെയാണ് തൂക്കിലേറ്റിയത് എന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിത്താറിന്റെ ബലൂചിസ്ഥാന്റെയും തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സഹേദാൻ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വ്യക്തി മൊസാദുമായി ആശയവിനിമയം നടത്തിയെന്നും രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചു മൊസാദിനടക്കം നൽകിയെന്നും IRNA റിപ്പോർട്ടിൽ പറയുന്നു. 2022 ഏപ്രിലിൽ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മൊസാദുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഇതിൽ ഉൾപ്പെട്ടയാളാണോ തൂക്കിലേറ്റിയത് എന്ന് വ്യക്തമല്ല. വർഷങ്ങളായി ഇറാനും ഇസ്രയേലും ചാരവൃത്തി ആരോപിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. തങ്ങളുടെ ബദ്ധ ശത്രുവായാണ് ഇറാനെ ഇസ്രായേൽ കണക്കാക്കുന്നത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പലതവണ രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ആണവായുധം സംബന്ധിച്ച ഇസ്രായേലിന്റെ ആരോപണം ഇറാൻ തള്ളുകയാണ് ചെയ്തത്. 2020 ചാരവൃത്തി ആരോപിച്ച് ഇറാൻ ഒരാളെ വധിച്ചിരുന്നു. ഇറാനിയൻ ജനറലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പങ്കുവച്ചെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഇറാഖിൽ അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ഇറാൻ ഇസ്രയേൽ വിരുദ്ധ സംഘടനകളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ട്. ഹമാസിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണത്തിനിടയിലാണ് ഇറാൻ മൊസാദിന്റെ ചാരനെ വധിച്ചത് എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വെടിനിർത്താനുള്ള കരാറിലേക്ക് ഒരുപക്ഷെ വീണ്ടും ഒപ്പിടാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ബന്ദികൾ അടക്കമുള്ളവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മൊസാദിന്റെ തന്നെ ചാരനെ വധിക്കുക അത് എത്രത്തോളം മൊസാദിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് മൊസാദ് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അതിനായി കാത്തിരിക്കുകയാണ് ലോകം. ഇസ്രായേൽ അടക്കമുള്ളവർ വലിയ തോതിലുള്ള പദ്ധതികൾ ഇപ്പോഴും മിനയുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ.